ഓർമ്മയില്ലേ? അധികാരത്തിൽ വന്നാൽ എവിടെയോ ഒഴുക്കിക്കളിയെന്ന് പറഞ്ഞിരുന്നില്ലേ? എവിടെ പോയി നാക്ക്? എന്തേ ഇപ്പൊ അതിനെക്കുറിച്ച് പറയാത്തത്? എന്തെല്ലാം വീരവാദങ്ങളായിരുന്നു മുഴക്കിയിരുന്നത്? PM ശ്രീ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്ക്. PM ശ്രീ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്ക്. ആരാ പറയുന്നത്? സർ 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 ആരാ പറയുന്നത്? അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. അതിന്റെ തുടക്കം മാത്രം ഞാൻ വായിക്കാം. ദേശാഭിമാനിയാണ്. പിന്നീട് പറയാം. മനോരമല്ല. കരാർ റദ്ദാക്കണമെന്നോ തുടർ നടപടി വേണ്ടെന്നോ ഇതിൽ പറയുന്നില്ല. ആശങ്കകൾ ചർച്ച ചെയ്യാൻ. നിങ്ങൾ ഈ കേരളത്തിൽ ജനങ്ങളെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇതൊക്കെ എല്ലാവർക്കും തിരിയും. പറയൂ. കരാറിൽ നിന്ന് പിൻവാങ്ങാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കേന്ദ്രത്തിന് വെച്ചുകൊടുത്തുകൊണ്ട് ഈ കരാറിലെ എല്ലാ അധികാരവും യൂണിലേറ്ററലായി ഏകപക്ഷീയമായി കേന്ദ്രത്തിന് നൽകിക്കൊണ്ടാണ് നിങ്ങൾ കേരളത്തിന്റെ അവകാശങ്ങൾ ബലികഴിച്ചാണ് ഈ കരാർ ഒപ്പിട്ടത് എന്നുള്ളതാണ് ഇതിന്റെ ഇന്നത്തെ പ്രതിസന്ധി. സർ, മെയ് 8 വീണ്ടും കേന്ദ്രം കത്തയച്ചു. മെയ് 8 നിങ്ങളുടെ കാവൽ സർക്കാരാണ് ഇവിടെ. ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് മെയ് 18 അപ്പോ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴുള്ളത് ഈ ഒരു ലെറ്ററാണ്. നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളുടെ തുടർച്ച എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എപ്പോ ആരംഭിക്കും എന്നാണ് ഈ കത്തിൽ ചോദിക്കുന്നത്.